ഒരു അച്ഛനും മകനും തമ്മിലുള്ള മനോഹരമായ ഒരു കഥയുണ്ട്. അച്ഛൻ ഓഫീസ് ഡ്യൂട്ടി ചെയ്ത് നിരന്തരം ടയേർഡായി വരുന്നു. മകൻ വീട്ടിലാണെങ്കിൽ അച്ഛനെയും കാത്ത് അക്ഷമയോടെ കാത്തിരിക്കുന്നു. അവസാനം അച്ഛൻ വന്ന ഉടനെ ഒരു ദിവസം മകൻ ചോദിച്ചത്, അച്ഛ, ഒരു മണിക്കൂറിന് അച്ഛൻ എത്രയാണ് ഫീ കിട്ടുന്നത്, സാലറി കിട്ടുന്നത് എന്നായിരുന്നു. ഇത് കേട്ട അച്ഛന് വളരെ ദേഷ്യം വരികയും ആ കുട്ടിയോട് ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നുറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്താപമുണ്ടാകുകയും ഈ അച്ഛൻ കുട്ടിയോട് ചെന്നിട്ട് വീണ്ടും തട്ടി ഉണർത്തി എന്തോ ചോദിക്കാൻ തുനിഞ്ഞതാണ്. ആ സമയത്ത് പോലും കുട്ടിയുടെ ചോദ്യം, അച്ഛാ, ഒരു മണിക്കൂറിന് അച്ഛൻ എത്രയാണ് സാലറി എന്നാണ്. അച്ഛനാകെ ദേഷ്യം വരികയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് അച്ഛന് തോന്നിയത്, ഒരിക്കലും ഇങ്ങനെ ചോദിക്കാത്ത കുഞ്ഞ് ആ ചോദിച്ചതിൽ എന്തോ കാര്യമുണ്ടാകാം എന്ന് കരുതി വീണ്ടും അച്ഛൻ മകൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് മോൻ അറിയേണ്ടത് എന്നാണ്. ഒരു മണിക്കൂറിന് എത്രയാണ് അച്ഛന് സാലറി കിട്ടുന്നത് എന്ന് മാത്രമായിരുന്നു ആ കുട്ടി ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു, 100 രൂപ. അങ്ങനെയാണെങ്കിൽ ഇതാ അച്ഛൻ എനിക്ക് പലപ്പോഴായി തന്ന 1 രൂപയും 2 രൂപയും ശേഖരിച്ചു വെച്ച് ഞാൻ സ്വരുക്കൂട്ടിയ 100 രൂപയാണിത്. അച്ഛൻ ഇത് എടുക്കുമോ? അച്ഛൻ്റെ 1 മണിക്കൂർ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്നതായിരുന്നു ആ മകൻ്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമാണ് ഈ ആശയമെന്ന് നോക്കൂ. നമ്മുടെ മക്കളോടൊപ്പം കളിക്കാനും ചിരിക്കാനും അവരെ കൂട്ടിക്കളിക്കാനും ഒക്കെ നമുക്ക് സമയം മതിയാകുന്നുണ്ടോ? അല്ലെങ്കിൽ അവരോടൊത്തുള്ള നിമിഷങ്ങളെ നമുക്ക് നഷ്ടമായി പോകുന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതെ, ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കുട്ടികളെ മറന്നു പോവുകയും അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും അവരുടെ പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമുണ്ടാകാറില്ല. അതുകൊണ്ട് കൃത്യമായ ഇടവേളകൾ ലഭിക്കുമ്പോൾ അവരോടൊത്ത് കളിക്കുകയും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്താൽ നമുക്ക് വേണ്ടി അവർക്ക് സമയം ചെലവഴിക്കാൻ ഭാവിയിൽ കാണുമെന്ന് മാത്രമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾ പൈസ തന്ന് നമ്മുടെ മണിക്കൂർ വാങ്ങുന്നതിന് പകരം അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുലഭമായ സമൃദ്ധമായ സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ നാം സമയം കണ്ടെത്തിയേ മതിയാവൂ. കാരണം ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിക്കേണ്ടത് നമ്മുടെ മക്കളോടൊപ്പമാണ്. താങ്ക് യു.